സമസ്തയിലെ ആഭ്യന്തര കലഹം അവസാനിക്കുന്നില്ല. സമസ്തയുടെ നിലപാടുകൾക്കും ആദർശങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നത് സംഘടനയ്ക്കുള്ളിലുള്ളവർ തന്നെയെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുടെ വക്താവായ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസ്താവനയിലൂടെ ചൂടുപിടിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഈ സമസ്തയും ലീഗും തമ്മിലുള്ള സമസ്തയിലെ ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിലുള്ള തർക്കങ്ങൾ പലതരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അത് അവസാനിക്കാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടിയും സമസ്തയുടെ മുഷാവറ യോഗത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വിഷയമാവുകയായിരുന്നു. നേരത്തെ ഹാക്കിം ഫൈസി അതിർശ്ശേരി CIC ജനറൽ സെക്രട്ടറിയായുള്ള ഹാക്കിം ഫൈസി അതിർശ്ശേരിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തർക്കങ്ങളുമൊക്കെ ഉണ്ടായി. ഇപ്പോഴാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സമസ്തയിലെ തർക്കങ്ങൾക്ക് കാരണം സമസ്തയിലെ നേതാക്കൾ തന്നെയാണ് എന്നൊരു പരാമർശവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുള്ളത്. നേരത്തെ തന്നെ ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളെ ഘാസിയാക്കിയതിൽ എതിർപ്പറിയിച്ചുകൊണ്ട് ലീഗ് വിരുദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് സമസ്തക്കകത്ത് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിൽ രണ്ടു ചേരികൾ വരികയും അത് രൂക്ഷമായ തർക്കങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിന്റെ ചുവട് പിടിച്ചു നടന്നിട്ടുള്ള തർക്കങ്ങൾ പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പോലും പരാമർശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹാക്കിം ഫൈസി അതിർശ്ശേരിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കി. ഇതുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വൈകി വണ്ടിയിൽ കയറിയ ആളാണ്. വൈകി വണ്ടിയിൽ കയറിയ ആളെന്ന് ഉദ്ദേശിക്കുന്നത് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം വൈകി വണ്ടിയിൽ കയറിയ ആളാണ്. അദ്ദേഹമല്ല ഈ സമസ്തയുടെ ആശയാദർശങ്ങളെ ഈ രൂപത്തിൽ പരുവപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഞങ്ങളെ നയിക്കാൻ യോഗ്യതയില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആയിട്ട് സംസ്ഥയുടെ നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് വീണ്ടും ഇപ്പോൾ തർക്കം രൂക്ഷമാവുകയാണ്. അനുനയ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സംസ്ഥയിലെ തർക്കങ്ങൾ അവസാനിപ്പിക്കാനുള്ള അനുനയ ശ്രമങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പുതിയ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പുതിയ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ തർക്കങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം സമസ്തയിലെ നേതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ്. രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചില ശമനം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ഉയർന്നു വരുന്നു. ബഹാവുദ്ദീൻ നദ്വി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകളും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ള ലീഗ് വിരുദ്ധ ചേരിയും തമ്മിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഉൾപ്പെടെ ഉള്ളവ മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ ഈ തർക്കം ഇങ്ങനെ രൂക്ഷമായി പോകുന്നത് ഈ ലീഗിന് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഈ സാദിഖ് അലി തങ്ങളുടെ ഈ ഘാസിയായിട്ടുള്ള പല സ്ഥലങ്ങളിലെ ഘാസിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവും അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് വേദി പങ്കിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത്. അതിന്റെ പേരിൽ നടക്കുന്ന തർക്കങ്ങളിൽ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അദ്ദേഹത്തിന്റെ അർഹത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ദേവിക. ശരി ഗോകുൽ.